നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ബദാം. കാരണം ക്യാൻസറിനെ തടയുന്ന ആന്റി ഓക്സിഡന്റ് ധാരാളം ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, ഫൈബർ, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ മസിലുകളുടെ വളർച്ചയെ സഹായിക്കുന്നു. അതുകൊണ്ട് മസിൽ വേണമെന്നുള്ളവർ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രായമേറിയവരിൽ കാണുന്ന അൽഷിമേഴ്സ് രോഗം തടയാൻ ബദാം വളരെ നല്ലതാണ്. തലച്ചോറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന റൈബോഫ്ലവിൻ, എൽ-കാർണിറ്റൈൻ എന്നിവ ബദാമിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം. ബദാമിൽ അടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോട്ടീൻ, പൊട്ടാസ്യം എന്നിവ ഹൃദയത്തിന് വളരെ നല്ലതാണ്. അതുപോലെ മഗ്നീഷ്യം ഹൃദയാഘാതത്തെ തടയാനും സഹായിക്കുന്നു. രക്തധമനികൾക്ക് തകരാറ് തടയാനും ഇത് നല്ലതാണ്. ബദാമിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ, അയൺ, വൈറ്റമിനുകൾ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. അനീമിയ ഉള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് ബദാം. വിളർച്ചയുള്ളവർ ദിവസവും ബദാം കഴിക്കുന്നത് നല്ലതാണ്. ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിന്റെയും മുടിയുടെയും സംരക്ഷണത്തിനും ബദാം കഴിക്കുന്നത് നല്ലതാണ്. ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ മലബന്ധം അകറ്റാനും അതുപോലെ തന്നെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം. ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ, ഫോസ്ഫറസ്, ധാതുക്കൾ എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. ബദാമിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അകറ്റാൻ ബദാമിന് സാധിക്കും. ബദാം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമോ എന്നൊരു സംശയം എല്ലാവരിലും ഉള്ളതാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പാണ്. ബദാമിൽ ഉള്ളത് ആരോഗ്യകരമായ കൊഴുപ്പാണ്, അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഇത് ഹൃദയ ആരോഗ്യത്തിനും ശരീരത്തിനും എല്ലാം നല്ലതാണ്. ഇത് നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോൾ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ധൈര്യമായി കഴിക്കാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണിത്. വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ബദാം ഷുഗർ രക്തത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതുമൂലം പ്രമേഹം നിയന്ത്രിക്കപ്പെടും. അതായത് ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ നില ക്രമപ്പെടുത്തുന്നതിനുള്ള കഴിവ് ബദാമിനുണ്ട്. BP കൺട്രോൾ ചെയ്യാൻ ബദാം വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം BP നിയന്ത്രിച്ചു നിർത്തുന്നു. ഇതിൽ സോഡിയത്തിന്റെ അളവ് തീരെ കുറവാണ്. പ്രായമേറും തോറും പുരുഷന്മാരിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റിസ്റ്റെറോൺ കുറയാറുണ്ട്. ഈ ഹോർമോണിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്ന ഒന്നാണ് ബദാം. ടെസ്റ്റിസ്റ്റെറോൺ ഹോർമോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മസിൽ വളർച്ചയ്ക്കും രോമ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബീജ ഉൽപാദനത്തിനും വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന്റെ അളവ് കുറയുന്നത് മൂലം പുരുഷ വന്ധ്യതയ്ക്ക് വരെ കാരണമാകും. ബദാം കഴിക്കുന്നത് ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിന് സഹായിക്കും. പുരുഷന്മാരിൽ കുടവയറും അമിതവണ്ണവും കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ പുരുഷന്മാരിൽ പ്രായമാകുമ്പോൾ കാണുന്ന എല്ലു തേയ്മാനം, സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ബദാം കഴിക്കുന്നത്. ഇവയിലെ പ്രോട്ടീൻ, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവ ഇതിന് സഹായിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഇത് 2 സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ, അല്ല എന്നുണ്ടെങ്കിൽ 2 ഭക്ഷണങ്ങൾക്കിടയിലുള്ള ഇടവേള സമയത്ത് നമുക്കത് കഴിക്കാവുന്നതാണ്. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് ഒരു 11 മണിയൊക്കെ ആവുമ്പോൾ കഴിക്കാവുന്നതാണ്. വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ബദാം കുതിർത്തതിന് ശേഷം തൊലി കളയേണ്ട ആവശ്യമില്ല. ബദാമിന്റെ തൊലിയിൽ ഫൈറ്റിക് ആസിഡ് എന്ന ഒരു ഘടകമുണ്ട്. ഈ ഘടകം ബദാമിന്റെ ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നത് തടയുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുതിർത്ത് കഴിക്കുമ്പോൾ ഈ എൻസൈം പുറന്തള്ളപ്പെടും. അതുകൊണ്ട് തൊലി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ബദാം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.